വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് മുരിങ്ങയില ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉടച്ച് വീത്തണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ മുളക് പൊടി, അപ്പോൾ ഞാൻ മുരിങ്ങയില ചെറുതാക്കിയിട്ട് വാട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇടണം. അത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പോവാം. ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ വീട്ടില്ലേ. അപ്പോൾ അതിൽ സബോള ഇട്ടു. സബോള ചെറുതാക്കി അരിഞ്ഞിട്ട് കേട്ടോ. അതുപോലെ പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്. അപ്പം എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മൾ വെച്ച ക്യാരറ്റും സവോളയൊക്കെ ചെറുതായിട്ട് വാടി. പിന്നെ ഞാൻ മുരിങ്ങയില എല്ലാം വാട്ടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലിടണം. ഉപ്പിട്ട് വാട്ടിയതാ. നെരിയിലായിട്ടൊന്ന് ഫ്രൈ ആയിട്ടാ. നമ്മൾ വെച്ച ചീരൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി. പിന്നെ നമ്മൾ മുട്ട ആക്കി വെച്ചില്ല, അതിലേക്ക് ഇടണം. അപ്പം ഞാൻ അതിട്ടാ. നന്നായിട്ട് ഇളക്കാം. നമ്മളത് ഫ്രൈ പാനിൽ വീത്തണം. നമുക്ക് ഫ്രൈ പാനിൽ വീത്താം. അപ്പോൾ ഞാൻ മുട്ടയിൽ ഇതെല്ലാതും മിക്സാക്കി നന്നായി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് ഫ്രൈ പാനിൽ വീത്തണം. അപ്പോൾ അത് വീത്താം. നമ്മുടെ ചീരയും ക്യാരറ്റ് എല്ലാതും വെന്തതാ. അത് കാരണം പിന്നെ കുഴപ്പമില്ല, വേഗത്തിൽ ഇത് മറക്കാൻ പറ്റും. ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം മുട്ട നമുക്ക് മറച്ചിടണം. പാത്രം വെച്ചിട്ട് ഇങ്ങനെ മറിച്ചാൽ മതി. അങ്ങനെ നമ്മൾ മുട്ടയും മുരിങ്ങയിലും വെച്ചിട്ടുള്ള ഫ്രൈ ഇത് റെഡിയായി. അപ്പം ഞാനത് മറിച്ചെടുക്കാം. ഒന്നും കൂടി മറിക്കട്ടെ. അപ്പോൾ എഗ്ഗും മുരിങ്ങയിലയും ഒക്കെ വെച്ചിട്ടുള്ള ഫ്രൈ
നമ്മുടെ പാകമായി. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്ന മുരിങ്ങയിലൊക്കെ എപ്പോഴും കിട്ടണതല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളത് വീട്ടിൽ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയല്ല, ഇത് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളത് വേഗം അത് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയോളാം. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.